ട്രീസയും ആ കാഴ്ച സന്തോഷത്തോടെ നോക്കി നിന്നു. ഓർമ്മകൾ ഇരച്ചു കയറിയപ്പോൾ നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ അവർ സാരി തലപ്പിൽ തുടച്ചു. ആ വേദു, നിനക്ക് കുറച്ച് ഡ്രസ് വാങ്ങിയിട്ടുണ്ട്. നാളെ മുതൽ ഓഫീസിൽ വരണ്ടല്ലേ, അതാലോചിച്ചപ്പോ വാങ്ങിയതാ, അവൻ പറഞ്ഞു. ഏത് ഓഫീസ്? മായ സംശയത്തോടെ ചോദിച്ചു. അപ്പൊ വേദു പറഞ്ഞില്ലേ, ഇന്നലെ ഇന്റർവ്യൂവിന് വന്ന എന്റെ ഓഫീസിലാ, നാളെ മുതൽ ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞതാ. അവർ സംശയത്തോടെ ലച്ചുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല മോനെ, ചോദിച്ചപ്പോ ജോലിക്കാരി ഉറപ്പായിട്ടില്ലെന്നാ പറഞ്ഞ്, മായ കൂട്ടിച്ചേർത്തു. ഡെന്നി ലച്ചുവിനെ ദേഷ്യത്തോടെ നോക്കി. അവൾ അവന്റെ നോട്ടം നേടാനാവാതെ തലതാഴ്ത്തി. നീ ആരിൽ നിന്നാണ് ഇങ്ങനെ ഓടി നിൽക്കുന്ന വേദു? ഇങ്ങനെ അകന്നു നിൽക്കാൻ അത്രക്കും അന്യനായ ഞാൻ? ശരിയാണ്, നിനക്ക് എന്റെ സാമീപ്യം ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിൽ ഞാൻ നിന്നിൽ നിന്ന് ഓടി വിളിച്ചു. അതിന് ഇനി എന്നെ ശിക്ഷിക്കണം. പഴയ വേദു ആയിക്കൂടെ നിനക്ക്? അവൻ അവിടെ നേരുന്നോണ്ട് ചോദിച്ചു. ലച്ചു തലയുയർത്താതെ തന്നെ നിന്നു. മോള് പോയി ഡ്രസ്സെല്ലാം പാകാണോ നോക്ക്. എന്തായാലും നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങിക്കോ. ഡെന്നിയുടെ അടുത്താകുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം. സന്ദർഭത്തിന് ഇളവ് വരുത്താനെന്ന പോലെ പ്രഭാകരൻ പറഞ്ഞു. ആദ്യം നീ ഒന്നും നോക്കാനില്ല. പണ്ട് ഇവൾക്ക് വേണ്ടതൊക്കെ എടുക്കുന്ന ഇവനാ. വേറെ ആരെടുത്താലും ഇത്ര കൃത്യമായിട്ട് കിട്ടില്ല. ട്രീസ ചിരിയോടെ പറഞ്ഞു. ലച്ചു എല്ലാവരെയും നോക്കി ചിരിച്ചെന്ന് വരുത്തി ഡ്രസ്സെല്ലാം എടുത്ത് റൂമിൽ കയറി. ഡെന്നി അവളുടെ പോക്ക് കണ്ട് ഒരു നെടുവീർപ്പോടെ നിന്നു. മായും ട്രീസയെ അടുക്കളയിലേക്കും പ്രഭാകരൻ റൂമിലേക്കും പോയി. ഇച്ചായന്റെ വേദു പെനക്കത്തിലാണല്ലേ? ശാരില്ല, നമുക്ക് ശരിയാക്കാം. ഞാനല്ലേ പറയുന്നേ? മിഴി അവനെ തോൾ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അവൾക്കേ ഇത്തിരി കുറുമ്പ് കൂടുതലാ, നമുക്കന്ന് കുറയ്ക്കണ്ടേ? എന്റെ കുഞ്ഞൂസ് പപ്പയുടെ കൂടെ നിൽക്കില്ലേ? അവൻ മിഴിമോളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഡീൽ, അവൾ കൈ ഉയർത്തി പറഞ്ഞു. അവനൊരു ചിരിയോടെ ആ കൈയിൽ കൈ ചേർത്ത് വെച്ചു. കണ്ണുകളടച്ച് കൈകൾ അതിന് മറവെച്ച് കട്ടിൽ കിടക്കുന്ന നന്ദന്റെ അരികിലേക്ക് മാലതി വന്നു. നന്ദ, അവർ അവന് നെറുകിൽ തലോടിക്കൊണ്ട് വിളിച്ചു. അമ്മയുടെ സാമീപ്യം അറിഞ്ഞു നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് കരഞ്ഞിന്റെ ബാക്കി പത്രം എന്ന പോലെ ആ മിഴികൾ ചുവന്ന് കലങ്ങിയിരുന്നു. മകന്റെ അവസ്ഥ കണ്ട് ആ മാതൃഹൃദയം നീറി. പക്ഷെ അതിന്റെ പേരിൽ ഒരിക്കൽ പോലും അവർ ലച്ചുവിനെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. എന്തിരിപ്പാ നന്ദ ഇത്? നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങണ്ടേ? നീ ആദ്യം വളർന്ന താടി മുഴുന്ന് വെട്ടികളെ നോക്ക്. എന്ത് കോലാടാ ഇത്? അവരവന്റെ താടിയിലൂടെ വെല്ലോടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അലസമായി ഒന്ന് മൂളി. നന്ദ, കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. ഒരിക്കൽ പോലും അവരുടെ മനസ്സെന്താണെന്ന് അന്വേഷിച്ചില്ല. ശരിക്കും നമ്മുടെ ഇഷ്ടം അവിടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത്രയ്ക്കും വിഷമം താങ്ങാൻ പറ്റാണ്ടാവും എന്റെ കുട്ടി ഇറങ്ങിപ്പോയത്. എവിടെയായാലും സുഖമായിട്ടിരിക്കുന്നു എന്ന് കേട്ടാൽ മതിയായിരുന്നു, അവർ വിഷമത്തോടെ പറഞ്ഞു. നന്ദൻ അവരെ നോക്കി വരണ്ട ഒരു പുഞ്ചിരി സമ്മാനിച്ച് പിന്നെ മെല്ലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. നാളെ നീ പോകുമ്പോൾ ഗൗരിമോളെ കൂടി വിളിക്കണം കേട്ടോ. പാവം, ലച്ചു പോയതോടുകൂടി ഒറ്റപ്പെട്ടു പോയി, അവരവനെ നോക്കി വിളിച്ചു പറഞ്ഞു. മറുപടിയൊന്നും കിട്ടിയില്ലെങ്കിലും അവൻ കേട്ടുവെന്ന് മനസ്സിലായപ്പോൾ അവരൊരു നെടുവീർപ്പോടെ താഴേക്ക് നടന്നു. കണ്ണാടിയുടെ മുമ്പിൽ കരങ്ങിയ കണ്ണുകളുമായി അവൻ നിന്നു. കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് പലതവണ മുഖത്തേക്ക് ശക്തിയിൽ അടിച്ചു. എന്നിട്ടും വാശിയോടെ കണ്ണുനീർ പുറത്തേക്ക് വന്നു. ലച്ചു, എവിടെയാ പെണ്ണേ നീ? അവൻ പതിയെ പറഞ്ഞു. രാത്രി ട്രീസയുടെ മടിൽ കിടക്കായിരുന്നു ഡെന്നി. അവരവന്റെ മുടിൽ തലോടിക്കൊണ്ടിരുന്നു. അവനാണെങ്കിൽ മിഴിമോളുടെ കുറുമ്പും വിശേഷങ്ങളൊക്കെ വാതോരാതെ അവരോട് പറയുകയാണ്. ട്രീസ മനസ്സെറിഞ്ഞ ചിരിയോടെ അവനെ കേട്ടിരുന്നു. നീ അങ്ങനെ പെട്ടെന്ന് ആരോട് അടുക്കുന്ന കൂട്ടത്തിലല്ലല്ലോ, പിന്നെ ഇതെന്തു പറ്റി? അവർ സംശയത്തോടെ ചോദിച്ചു. അറിയില്ല അമ്മച്ചി, ആ കാന്താരിതേ ഈ ചങ്കിൽ ഇടിച്ചു കയറി ഇവിടെ ഇരിപ്പുറപ്പിച്ചു. വല്ലാത്തൊരു ആത്മബന്ധം തോന്നുന്ന ട്രീസ് കൊച്ചെ എനിക്ക്. എന്തോന്ന് ഞങ്ങൾ പരസ്പരം ബന്ധിച്ചിരിക്കുന്ന പോലെ. അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ചിലത് അങ്ങനെയാണ് മോനെ, നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സ് കാണിച്ചിരും അവര് നമുക്ക് ആരാണെന്ന്. ട്രീസ് അവനെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. ഡെന്നി ഒന്നും മിണ്ടാതെ കണ്ണുകളടച്ച് കിടന്നു, തന്റെ മനസ്സിൽ വിരിഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട്. അമ്മച്ചി ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയാം. എന്നതാ ട്രീസ കൊച്ചെ? എന്റെ മോന്റെ മനസ്സിലുള്ള ആ മാലാ കൊച്ച് ലച്ചു മോളാണ്. ട്രീസയുടെ ചോദ്യം കേട്ട് അവൻ ഞെട്ടിലോടെ എഴുന്നേറ്റു. അവർക്ക് മുഖം കൊടുക്കാനാവാതെ അവൻ വിഷമിച്ചു. അത് അമ്മച്ചി, ഞാൻ... അവൻ വാക്കുകൾ പെറുക്കിക്കൂടാൻ ശ്രമിച്ചു. വേണ്ട, എന്റെ മുമ്പിൽ വിൽക്കേണ്ടത് മക്കളുടെ മനസ്സ് അമ്മമാരെക്കാൾ നന്നായിട്ട് ആർക്കാട് അറിയാം. നിന്റെ മനസ്സിൽ ലച്ചുവാണെന്ന് ഞാൻ പണ്ടേ മനസ്സിലാക്കിയതാ. നന്ദനായിട്ടുള്ള ആലോചന വന്നില്ലെങ്കിൽ ഞാൻ തന്നെ ചോദിച്ചേനെ, അവളെന്റെ മോന് വേണ്ടി. ജാതിയും മതവും നോക്കി വിധി കൽപ്പിക്കുന്നവരല്ല മാധവേട്ടനും ഭദ്രയെന്ന് എനിക്കറിയാം. പക്ഷേ കുറച്ച് വൈകിപ്പോയി, അവർ വിഷമത്തോടെ പറഞ്ഞു. ഡെന്നി ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി. ഞാനൊരു കാര്യം പറയട്ടെ മോനോട്. നിന്റെ അപ്പച്ചന്റെയും മാധവേട്ടന്റെയും മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴി അവർ സംസാരിച്ചത് അതായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചല്ല. അന്ന് ലച്ചുമോളെ കൂടെ കൂട്ടാൻ ഞാൻ 100 വട്ടം ഒരുക്കായിരുന്നു. പക്ഷെ മാലതിയോട് ഞാൻ എന്തു പറയും? വിശ്വസിക്കായിരുന്നു അവരൊക്കെ. ട്രീസ നിറകണ്ണുകളോടെ പറഞ്ഞു. അമ്മച്ചി, അവൻ ഇടറിക്കൊണ്ട് വിളിച്ചു.
ഇത്രയും കാലത്തിന് ശേഷം അവൾ നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു അർത്ഥം മാത്രമേ ഉള്ളൂ. അവൾ നിന്റെ പെണ്ണ. അവളുടെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിന്നോടുള്ള ഇഷ്ടം. ഇപ്പൊ ഒരു കുഞ്ഞായതുകൊണ്ട് മനഃപൂർവ്വം നിന്റെ ജീവിതത്തിലേക്ക് വരാത്താണ്. ലച്ചുമോളെ പോലെ മിഴിയെ അംഗീകരിക്കാൻ നിനക്ക് പറ്റുമോടാ? ട്രീസ സംശയത്തോടെ ചോദിച്ചു. അമ്മച്ചി എന്തായി പറയുന്നു? എന്റെ മോളാവള് ഈ നെഞ്ചിപ്പറ്റി ചേർന്നിരിക്കുമ്പോൾ ഞാൻ ശരിക്കും അവളുടെ പപ്പയാവുകയാണ്. എന്റെ അല്ലെന്ന് തോന്നിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ ലച്ചുവിനൊപ്പം തന്നെയാണ് എന്റെ കുഞ്ഞൂസിന് എന്റെ മനസ്സിലുള്ള സ്ഥാനം. അവൻ നിറകണ്ണുകളോടെ പറഞ്ഞു. നിങ്ങളെ രണ്ടെണ്ണത്തിനെയും കണ്ട അപ്പനും മോളല്ലെന്ന് ആരും പറയില്ല. ശരിക്കും നിന്നെ പറിച്ചു വെച്ച പോലെയുണ്ട്, ട്രീസ പറഞ്ഞു. ട്രീസയുടെ വാക്കുകൾ തന്റെ ഉള്ളിലൊരു തണുപ്പ് നിറക്കുന്നവൻ അറിഞ്ഞു. മിഴി തന്റെ പോലെയാണെന്ന് പറയുന്ന കേൾക്കാൻ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇനി ഒന്നും നോക്കണ്ട മോനെ. അവൾ കുറച്ച് കടുംപിടുത്തം പിടിക്കും, പക്ഷെ വിട്ടുകളയണ്ട. കൂടെ കൂട്ടിക്കും. ആ കൊച്ചിനെ അതിന്റെ അമ്മയെ വിടാതെ പിടിച്ചോ, ട്രീസ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ഡെന്നി അത് കേട്ട് ഒരു ചിരിയോടെ അവരെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മവച്ചു. അവന്റെ ചുണ്ടിൽ ആ സമയത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞിരുന്നു. രാവിലെ റെഡിയാവാൻ ലിച്ചുവിനേക്കാൾ ഉഷാറായിരുന്നു മിഴിമോൾക്ക്. സാധാരണ ദിവസങ്ങളിൽ മടി പിടിച്ചിരിക്കുന്നവൾ ഇന്ന് വിളിക്കാതെ എഴുന്നേൽക്കുന്നു, പല്ലു തേക്കുന്നു, കുളിക്കുന്നു, ഒരു മടിയില്ലാതെ ഫുഡ് കഴിക്കുന്നു. ഇതൊക്കെ കണ്ട് അന്നം വിട്ട് നിൽക്കുകയാണ് ലിച്ചു. തലേന്ന് രാത്രി തന്നെ ഡെന്നിയും ട്രീസയും വന്ന് സംസാരിച്ചു. ഇന്നു മുതൽ ഡെന്നിയോടൊപ്പം ഓഫീസിൽ പോയി തുടങ്ങാൻ തീർപ്പ് കൽപ്പിച്ചിട്ടാണ് രണ്ടുപേരും പോയത്. പോരാത്തിന് രാത്രി കിടക്കാൻ നേരം സൽപുത്രിയുടെ വക ആജ്ഞാപനം നാളെ മുതൽ മര്യാദക്ക് പപ്പയുടെ കൂടെ പോകാൻ പറഞ്ഞു. ലച്ചു മിഴിയെ കുളിപ്പിച്ചൊരുക്കി. പ്ലേ സ്കൂളിൽ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് ഒരു വൈറ്റ് കളർ ക്രോപ്പ് ടോപ്പും ബ്ലാക്ക് മിനി സ്കേർട്ടുമാണ് വേഷം. മുടിയെല്ലാം കൂടെ മുകളിൽ കെട്ടിവെച്ച് ബണ്ണിട്ടിട്ടുണ്ട്. ഡെന്നി ഇന്ന് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് കക്ഷി ഈ വേഷം. റെഡിയായി കഴിഞ്ഞ് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് ഓടി. ലച്ചു അവൾ പോകുന്നത് നോക്കി നിന്നു. ഇന്നലെ അവൻ വാങ്ങിച്ചു തന്ന ഡ്രസ്സിൽ നിന്നും ഒരു വൈറ്റ് കളർ സാരി എടുത്ത് കൊടുത്തു. അതിന്റെ ബോർഡർ റെഡ് കളർ ആയിരുന്നു. കയ്യിലുള്ള റെഡ് ബ്ലൗസും ഇട്ടു. മുടി എന്നത്തെയും പോലെ കുറച്ചെടുത്ത് ക്രാബ് ഇട്ടു. നെറ്റിയിൽ ഒരു ചെറിയ റെഡ് പൊട്ട് തൊട്ടു. കാതിൽ മുമ്പുണ്ടായിരുന്ന കമ്മൽ തന്നെയായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവൾ തന്റെ കഴുത്തിൽ ഒളിപ്പിച്ചു വെച്ച കുരിശുമാല പുറത്തെടുത്ത് നോക്കി. പിന്നെ അത് സാരിയുടെ ഉള്ളിലേക്ക് ഇട്ടു. മിഴിയുടെ ബാഗും അവളുടേതും എടുത്ത് അവൾ പുറത്തേക്ക് നടന്നു. ഭക്ഷണം കഴിച്ച് ലച്ചു ഡെന്നിയുടെ ഫ്ലാറ്റിലേക്ക് പോയി. ട്രീസ അവളെ കണ്ട് അടുത്തേക്ക് വന്ന് ചേർത്ത് പിടിച്ചു. ട്രീസയോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് മിഴിയെയും കൊണ്ട് ഡെന്നി റൂമിൽ നിന്ന് വന്ന്. വൈറ്റ് ഫോമൽ ഷർട്ടും ബ്ലാക്ക് പാന്റുമാണ് വേഷം. ബ്ലാക്ക് കോട്ട് തോളിൽ ഇട്ടിട്ടുണ്ട്. മുടിയെല്ലാം കെട്ടിവെച്ചിരുന്നു. മിഴി ഒരു കയ്യിലെടുത്ത് മറുകൈ കൊണ്ട് ലാപ്ടോപ്പ് അടങ്ങിയ ബാഗും പിടിച്ചാണ് നടത്തും. രണ്ടും കൂടെ ചുറ്റുള്ളവരൊന്നും നോക്കാതെ സംസാരത്തിലാണ്. ലച്ചു മിഴിക്ക് നേരെ കൈനീട്ടിയതും അവൾ പോവാൻ കൂട്ടാക്കാതെ ഡെന്നിയുടെ കയ്യിൽ തന്നെ ഇരുന്നു. ഡെന്നി ഒരു ചിരിയോടെ ലച്ചുവിനെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് അവന്റെ ബാഗ് അവളുടെ കയ്യിൽ കൊടുത്തു. ലച്ചു അത് വാങ്ങി പിടിച്ചുകൊണ്ട് മിഴിയെ കൂർപ്പിച്ച് നോക്കി. എവിടെ ആളൊന്നും കാണാതെ ഡെന്നിയോട് കത്തിയേടിയാണ്. അത് കണ്ട് അവൾ കുശുമ്പോടെ ചവിട്ടിത്തുള്ളി താഴേക്ക് പോയി. അവളുടെ പോക്ക് കണ്ട് ഡെന്നിയും ട്രീസയും പരസ്പരം ചിരിച്ചു. ഡെന്നി മിഴിയെ കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ലച്ചുവിന്റെ മടിയിലിരുത്തി. മുഖം കുനിച്ച് അവളുടെ കവിളിൽ ഉമ്മവച്ചു. അവന്റെ മുഖം അടുത്തു വന്നും ലച്ചുവിനൊരു വിറയിൽ കടന്നു വന്നു. അവൾ ശ്വാസം പിടിച്ചിരുന്നു. അവിടെ ആ മാറ്ററിഞ്ഞുകൊണ്ട് തന്നെ അവൻ കുറച്ചു നേരം കൂടി അങ്ങനെ നിന്നു. പിന്നിലേക്ക് നീങ്ങും മുന്നേ കണ്ണുകൾ ഇറുക്കി അടച്ച് ശ്വാസം പിടിച്ചിരിക്കുന്ന ലച്ചുവിനെ ഒരു ചിരിയോടെ നോക്കി. പിന്നെ മെല്ലെ അവളുടെ മുഖത്തേക്ക് ഊതി. അവൾ പൊള്ളിപ്പിടഞ്ഞ പോലെ കണ്ണുകൾ വലിച്ചു തുറന്നു. അപ്പോഴേക്ക് അവൻ ഡോറടിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. അവൾ നോക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ അവൻ അവൾ നോക്കി ചിരിച്ചു. തന്റെ തോന്നലായിരിക്കുമെന്ന് കരുതി അവൾ ഇരുന്നു. ലച്ചുവിന്റെ കിളി പോയ ഇരിപ്പ് കണ്ട് ഡെന്നി ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച പുഞ്ചിരിയോടെ മിഴിയെ നോക്കി. അവൾ അവരെ നോക്കി ഒരു കണ്ണിറുക്കി കാണിച്ചു. അത് കണ്ട് അവനൊരു കള്ളച്ചിരിയോടെ കാറെടുത്തു. ലച്ചുവിന്റെ മടിയിലിരുന്ന് ഡെന്നിയോട് വാതോരാതെ വിശേഷങ്ങൾ പറയുന്ന തിരക്കിലാണ് മിഴി. അതിനിടയിൽ ലച്ചുവിനൊന്നും ശ്രദ്ധിക്കുന്നതും കൂടിയില്ല. ലച്ചുവിന് കുശുമ്പ് തീരെ ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ നോക്കി പുച്ഛിക്കുന്നുണ്ട്. ഡെന്നിയുടെ നോട്ടം ഇടക്ക് അവളുടെ വീർത്ത മുഖത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവന്റെ മുഖത്തൊരു ചിരി വിടർന്നിരുന്നു. പപ്പേ, മിഴി ഡെന്നിയെ നോക്കി വിളിച്ചു. ലച്ചുവിനെ നോക്കി ഇരിക്കായിരുന്ന ഡെന്നി പെട്ടെന്ന് ഞെട്ടി മിഴിയെ നോക്കി. എന്താണ് കുഞ്ഞൂസേ? അവനവളെ കൊഞ്ചിച്ചുകൊണ്ട് വിളിച്ചു. നമ്മൾ സെൽഫി എടുത്തില്ല, പപ്പയുടെ കൂടെ എനിക്ക് കുറെ ഫോട്ടോ എടുക്കണം, മിഴി പറഞ്ഞു. അതിനെന്താ, നമുക്ക് ഇപ്പൊ തന്നെ എടുക്കാലോ, അവൻ കാറ് റോഡ് സൈഡിൽ നിർത്തിയോട് പറഞ്ഞു. മിഴി അത് കണ്ട് സന്തോഷത്തോടെ കൈകൊട്ടി. മിഴിയുടെ സന്തോഷം കണ്ട് അവളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ ഫോൺ കയ്യിലെടുത്തു. ഈ പപ്പയുടെ താടി വെറ്റണം, എനിക്ക് ഇക്കിലിയാവുക, അവൻ ഉമ്മ വെച്ചെടുത്ത് കൈകൊണ്ട് തഴുകി മിഴി പറഞ്ഞു. ലച്ചുവിന് പെട്ടെന്ന് കുളക്കടയിൽ വെച്ച് അവന്റെ താടി കഴുത്തിലുരഞ്ഞത് ഓർമ്മ വന്നു. സ്വപ്നത്തിലെന്ന പോലെ അവൾ പതിയെ തോൾ വെട്ടിച്ചു. എന്റെ വേദു, ഒന്ന് ചിരിക്ക്, ഞങ്ങൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുക, ഡെന്നി ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഒന്ന് ചിരിച്ചിട്ട് ലച്ചു, മിഴി അവളോട് പറഞ്ഞു. ലച്ചു അത് കേട്ട് ഫോണിൽ നോക്കി ചിരിച്ചു. 3 പേരും കൂടി സെൽഫി എടുത്തു. നോക്കട്ടെ പപ്പേ, അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് മിഴി പറഞ്ഞു.
ഡെന്നി അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തുകൊണ്ട് കാർ എടുത്തു. മിഴി കയ്യിലിരുന്ന ഫോണിൽ അവരുടെ ഫോട്ടോസ് മാറ്റി മാറ്റി നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ലച്ചുവിന്റെ കണ്ണും അതിലേക്ക് പോയി. ആ ഫോട്ടോ കാണുന്തോറും സന്തോഷവും സങ്കടവും കൂടെ കലർന്നൊരു വികാരം അവളിൽ നിറഞ്ഞ കണ്ണുകൾ ഡെന്നിയിൽ നിന്ന് സമർത്ഥമായി മറച്ചു പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. പക്ഷേ ലച്ചു അറിഞ്ഞില്ല, ഒരിക്കലും ഒന്നും അവനിൽ നിന്ന് ഒരുപാട് കാലം മറച്ചു പിടിക്കാൻ പറ്റില്ലെന്ന്. പ്ലേ സ്കൂളിന് മുമ്പിൽ കാർ നിർത്തി ഡെന്നി ഇറങ്ങി ലച്ചുവിന്റെ മടിയിലിരിക്കുന്ന മിഴിയെ എടുത്തു. വേദു, നീ വരുന്നുണ്ടോ? ഡെന്നി ലച്ചുവിനോട് ചോദിച്ചു. ഇല്ല, ഇച്ചാൻ പോയി ആക്കിയിട്ട് വായോ, അവൾ പറഞ്ഞു. ഡെന്നി ഒന്ന് മൂളിക്കൊണ്ട് മിഴിയെയും കൊണ്ട് നടന്നു. ലച്ചു നോക്കി കാണുകയായിരുന്നു അവർ തമ്മിലുള്ള അടുപ്പം. എന്തൊക്കെയോ പറഞ്ഞ് കളിച്ചിരിച്ചാണ് രണ്ടുപേരും നടക്കുന്നത്. വഴിയിൽ കാണുന്ന മിഴിയുടെ ഫ്രണ്ട്സിനെല്ലാം ഡെന്നിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കുഞ്ഞിക്കൈകൾ അവന് മുറുകുന്നുണ്ടായിരുന്നു, ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന പോലെ. ഡെന്നി ഒരു ചിരിയോടെ തിരികെ കാറിൽ കയറി. ലച്ചുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇനി അവിടെ പരിചയപ്പെടാൻ വേറെ ആരുമില്ല, നടന്ന് പരിചയപ്പെടുത്തി ആ കാന്താരി, അവനൊരു ചിരിയോടെ പറഞ്ഞു. ഇച്ചായന് ബുദ്ധിമുട്ടായോ? അവൾ അങ്ങനെയാ, പക്ഷെ എല്ലാവരോടും ഇല്ല, ഇച്ചായന്റെ അടുത്ത് മാത്രം ഇത്രയും പെട്ടെന്ന് അടുത്ത്. ലച്ചു ക്ഷമാപണം എന്ന പോലെ പറഞ്ഞു. അത് കേട്ട് ഡെന്നി ദേഷ്യത്തോടെ അവളെ നോക്കി. ഞാൻ പറഞ്ഞു നിന്നോട് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്, പറഞ്ഞോടി. എന്റെ മോള് എനിക്ക് എങ്ങനെയാ ബുദ്ധിമുട്ടാകുന്നത്? അവൾ എന്നെ പപ്പയെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഞാൻ അവൾ കൊടുക്കുന്നോണ്ടാ. നിനക്കറിയാവുന്നല്ലേ വീതു എന്നെ? എപ്പോഴും തോന്നി നിനക്ക് എന്റെ മോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണെന്ന്? തുടക്കത്തിൽ ദേഷ്യമായിരുന്നെങ്കിലും അവസാനമായപ്പോൾ അവന്റെ ശബ്ദമിടറി. ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇച്ചയ, ഞാനും മോളും ആർക്കൊരു ബുദ്ധിമുട്ടാവുണ്ടെന്ന് കരുതി പറഞ്ഞതാ. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ആരടി? അവനവിടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. പറയൂ, ആരടി ഞാൻ? ഇനി ഒരിക്കൽ കൂടി അവൾ നിന്റെ മാത്രം മോളാണെന്ന് പറഞ്ഞ ഈ ഡെന്നിയുടെ വേറൊരു മുഖം കാണും നീ. അറിയാലോ നിനക്കെന്നെ, കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇമാതിരി കോനിഷ്ടി പിടിച്ച് വർത്താനായിട്ട് വന്നാ എടുത്ത് ചുമരിത്തേക്കും ഞാൻ, പറഞ്ഞില്ലാന്ന് വേണ്ട. അവൻ കൈവിട്ടുകൊണ്ട് അവളെ തറപ്പിച്ച് നോക്കി വണ്ടിയെടുത്തു. ലച്ചു അവന്റെ പ്രവൃത്തിയിൽ ഞെട്ടിയിരിക്കുകയായിരുന്നു. ഡെന്നിയുടെ ദേഷ്യം മുഴുവൻ കാറിന്റെ ആക്സിലേറ്റർ തീർക്കുന്നുണ്ട്. അവന് മിഴി ലച്ചുവിന്റെ മാത്രമാണെന്ന് പറഞ്ഞതിന്റെ ദേഷ്യമായിരുന്നു. കുറച്ചും തണുത്തുവെന്ന് തോന്നിയപ്പോൾ അവൻ കാറിന്റെ സ്പീഡ് കുറച്ചു. ഇച്ചായ, ലച്ചു പതിയെ വിളിച്ചു. അവളെ നോക്കാതെ തന്നെ അവൻ മൂളി. അത് പിന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. മതി, നീ കൂടുതലൊന്നും ഉദ്ദേശിക്കണ്ട, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അത് കേട്ട് പിന്നെ അവളൊന്നും ഇണ്ടാ പുറത്തേക്ക് നോക്കിയിരുന്നു. നന്ദന് നീ ആയിട്ടുള്ള ഡിവോഴ്സ് നടന്നു? നേരെ നോക്കിക്കൊണ്ട് തന്നെ അവൻ ചോദിച്ചു. ലച്ചു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൾക്ക് തൊണ്ടക്കുഴിയിൽ ഒരു വേദന വന്ന് നിറയുന്ന പോലെ തോന്നി. കൈകൾ സീറ്റിൽ അമർന്നു. എന്താ? അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു. നന്ദന് നീ ആയിട്ടുള്ള ഡിവോഴ്സ് നടന്നോ എന്ന്? ഒരുമിച്ചല്ലാത്തതുകൊണ്ട് അത് നടന്നു കാണുമല്ലോ, അവൻ അവളെ നോക്കാതെ തന്നെ പറഞ്ഞു. പുറത്തേക്ക് വന്ന കരച്ചിൽ ചില്ലുകൾ അടക്കി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവനും കടുപ്പത്തിൽ നിന്ന് മൂളിക്കൊണ്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. ലച്ചു കരച്ചിൽ ചില്ലുകൾ പുറത്തേക്ക് ഒഴുക്കിവിടാനാവാതെ അടക്കി പിടിച്ചിരുന്നു. അതിന്റെ ഫലമായി അവളുടെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. ഡെന്നിയുടെ മനസ്സിൽ പക്ഷെ ആശ്വാസമായിരുന്നു. അവളിൽ അധികാരം പറഞ്ഞ് ഇനി ആരും തന്നിൽ നിന്നും തന്റെ പ്രാണന്റെ പ്രാണനെയും തട്ടിപ്പറിക്കില്ലെന്ന ആശ്വാസത്തിൽ ഡെന്നി ഓഫീസിന് മുമ്പിൽ കാർ നിർത്തി കോട്ടും ലാപ്ടോപ്പ് അടങ്ങിയ ബാഗും എടുത്ത് ലച്ചുവിനെ നോക്കി. വാ, അവനവൾ വിളിച്ചു. ലച്ചു പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. അവൾക്ക് ഉള്ളിലൊരു പേടി തോന്നി. വിറച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ കൈകളിൽ പെട്ടെന്നൊരു കൈ വന്ന് പൊതിയുന്ന അവൾ അറിഞ്ഞു. ഞെട്ടിക്കൊണ്ട് ലച്ചു ഡെന്നിയെ നോക്കി. എന്തിനാ ഈ കൈ ഇങ്ങനെ കിടന്ന് വറക്കുന്നു? ഞാനറിയുന്ന എന്റെ വേദു ഇങ്ങനെയല്ല. ഇനി അങ്ങോട്ട് ആ പഴയ വേദുവായാൽ മതി. എല്ലായിടത്തും സ്ട്രോങ് ആയി നിൽക്കുന്ന ആ പഴയ വേദു, കേട്ടല്ലോ, അവൻ അവളുടെ ചുവന്ന് കിടക്കുന്ന കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അന്നൊക്കെ എനിക്ക് കാവലായിട്ട് ഈ ചൈന ഉണ്ടായിരുന്നു. പറയാൻ ഉദ്ദേശിച്ചല്ലെങ്കിലും അവൾ അറിയാതെ പറഞ്ഞുപോയി. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും വേദന വെച്ചിട്ടും അവളുടെ ഇച്ഛായനുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് ആ പഴയ വേദുവിനെ വേണം. അവൻ അവിടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു അവനെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി. വാ, ഇറങ്ങാൻ നോക്ക്, അവൻ അവളെ നോക്കി പറഞ്ഞു. കണ്ണുകളടച്ച് ശ്വാസം എടുത്ത് അവളെ നോക്കിയായി പിന്നെ അവന്റെ പുറകെ ഇറങ്ങി നടന്നു. ഡെന്നിയോടൊപ്പം അവന്റെ ക്യാബിനിലേക്ക് നടക്കുമ്പോൾ ലച്ചുവിന് ഉള്ളിലൊരു ഭയം തോന്നി. എല്ലാവരും അവൻ വിഷയുന്നുണ്ട്. അവനും തിരികെ ഒരു പുഞ്ചിരി നൽകുന്നുണ്ട്. അവന്റെ പുറകെ നടക്കുന്ന ലച്ചുവിനെ സംശയത്തോടെ നോക്കുന്നവർക്കെല്ലാം അവളൊരു പുഞ്ചിരി നൽകി. അവളുടെ നിഷ്കളങ്കമായ പുഞ്ചിരിക്ക് തിരികെ എല്ലാവരും മറുപുഞ്ചിരി നൽകി. ക്യാബിൻ ഡോർ തള്ളി തുറന്ന് ഡെന്നി അകത്തേക്ക് കയറി. കയ്യിലിരുന്ന കോട്ട് ചെയറിലിട്ടുകൊണ്ട് അവനവിടെ ഇരുന്നു. ഷർട്ടിന്റെ മുകളിലെ ബട്ടൺ തുറന്നിട്ടു. ആ വേദു, ഇന്നു മുതൽ നീയാണ് എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ്. നിനക്ക് ഈ ക്യാബിൽ തന്നെ ഇരിക്കാനുള്ള വേഗം ചെയ്യാം. പിന്നെ ഇന്നൊരു കോൺഫറൻസ് വെക്കാം, നിന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, കേട്ടല്ലോ, അവൻ അവൾ നോക്കി പറഞ്ഞു. ലച്ചു ചുറ്റും നോക്കിയെന്ന് മൂളി. അവന്റെ കൂടെ ഒരു ക്യാബിൽ ഇരിക്കുന്നോർത്തായിരുന്നു അവളുടെ ടെൻഷൻ. അവളുടെ മുഖത്തെ ഭാവം ഇടം കണ്ണാൽ വീക്ഷിച്ച ഡെന്നിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിടുന്നു. നിന്റെ പേടി ഇതുവരെ മാറിയില്ലേ വേദു? ഇതെന്നു മുതലാ എന്റെ മുമ്പിൽ നീ ഇങ്ങനെ വിറക്കാൻ തുടങ്ങിയത്?
അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവന്റെ മുഖത്തെ ചിരി കണ്ടപ്പോൾ അവൾ വിറച്ചുകൊണ്ട് തലതാഴ്ത്തി. പറ വേദു, എന്നു മുതലാ ഞാൻ അടുത്തു വരുമ്പോൾ നിന്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങിയത്? അവൻ അവളിൽ നിന്ന് ഓട്ടം മാറ്റാതെ ചോദിച്ചു. ഞാൻ വിറച്ചിട്ടൊന്നുമില്ല, അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. ഡെന്നിയാണെങ്കിൽ അവളിൽ നിന്ന് ഓട്ടം മാറ്റാതെ അവളുടെ ഓരോ ചലനങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു. AC-യിലിരുന്നിട്ടും വിയർക്കുന്ന അവളെ അവനൊരു ചിരിയോടെ നോക്കി. കഴുത്തിൽ നിന്നും ചാറിട്ടൊഴുകുന്ന വിയർപ്പ് തുള്ളികളിൽ കണ്ണുകൾ ഉടക്കിയപ്പോൾ ഒരു വേള അവന്റെ ഹൃദയമിടിപ്പ് കൂടി. അവളിൽ നിന്നും തന്റെ പൂച്ച കണ്ണുകൾ കഷ്ടപ്പെട്ട് പിൻവലിച്ച് അവൻ നേരെയിരുന്നു. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം, ലിച്ചു അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. വേഗം വാ, മീറ്റിംഗ് ഇപ്പൊ തുടങ്ങും, അവൻ കയ്യിലെ വാച്ചിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് തലയാട്ടിക്കൊണ്ട് ലിച്ചു ഇറങ്ങി നടന്നു. അവളുടെ പോക്ക് കണ്ട് അവന്റെ ചുള്ളിൽ വീണ്ടും ഒരു കള്ളച്ചിരി വിടർന്നു. എവിടെ വരെ നീ ഓടും നോക്കട്ടെ പെണ്ണെ, കർത്താവായിട്ട് കൊണ്ടുവന്ന എനിക്ക് നിന്നെ. അത് വിട്ടുകളയാൻ മാത്രം ഞാൻ മണ്ടനല്ല. എനിക്ക് വേണം നിന്നെ മാത്രമല്ല എന്റെ കുഞ്ഞൂസിനെയും. നീ എത്രത്തോളം എന്നിൽ നിന്ന് ഓടിയാലും ഇനി നിനക്ക് എന്നിൽ നിന്നൊരു മോചനമില്ല വേദു, അവൻ ടേബിളിൽ കൈകുത്തിയെന്നുകൊണ്ട് പറഞ്ഞു.